ഹലോ ഗായ്സ്, ഞാൻ സവി. അപ്പം നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇനി തൊട്ട് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ രാജാവ് ഗൈസ്. കണ്ടില്ലേ, ഞാനാണ് മൈൻക്രാഫ്റ്റിൻ്റെ രാജാവ്. നമ്മുടെ തലയിലേക്ക് കിരീടം കണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ ബാക്കിയായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് സംഭവങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നലെ നമ്മളിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് ഇച്ചിരി ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് നേരെ പോവാം വില്ലേജിലോട്ട്. നമ്മൾ ഇന്നലെ എന്നു വെച്ചാൽ നമ്മൾ പകുതി വരെ ഈ ഒരു നമ്മുടെ ഈ പുല്ല്, അതായത് ലീവ്സ്, ഈ ഓക്ക് ലീവ്സ് ഇവിടം വരെ കണ്ട് വെച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ അങ്ങോട്ട് നീട്ടിട്ടുണ്ടത് കണ്ടോ. ഇത് അങ്ങ് വരെ നീട്ടി കിടന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ആ സൈഡ് വരെ, ഇനി ആ സൈഡിലൂടെയൊക്കെ ചെയ്യാനുള്ളൂ. ഇവിടം വരെ അത് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫാം ഇച്ചിരി നന്നായിട്ട് ഒന്ന് ചെയ്തായിരുന്നു. അവിടെയായിട്ട് ഇവിടെ നമ്മുടെ കുറേ നമ്മുടെ ആടിൻ്റെ കളറൊക്കെ മാറ്റി കേട്ടോ. നീല മഞ്ഞയൊക്കെ ആക്കി നമ്മളൊരു രസത്തിന് ചെയ്തതാണ്. ഓക്കെ, പിന്നെ അവിടെയായിട്ട് നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ സീഡ് ഞാനല്ല ഇവിടെ നട്ടേ, ആ പോകുന്നതിനാണ് ഇവിടെ ആ സീഡ് നട്ടിട്ട് പോയത്. ഇവിടെ ഇവിടെ ചെളിയായതുപോലെ ഇതുണ്ടോ, നടന്ന് ചെളിയായതുപോലെ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ. പിന്നെ നമ്മളവിടെ തീറ്റയായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ സംഭവം. അത് സംഭവത്തിൻ്റെ പേര് ഞാൻ ഇന്നും മറന്നുപോയി, ഞാൻ ഓർക്കുന്നില്ല. ഇവരെന്നാ ഈസി പറയുന്നേ. ഇവിടെയായിട്ടാണ് ഇവന്മാർ മീറ്റിംഗ് ഏരിയ നടക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സംഭവം, ഒരു ടവർ പോലെ സംഭവം പണിത് വെക്കണം. അതായത് ഒരു വാച്ച് ടവർ പോലെ. ഇതിൻ്റെ മണ്ട കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊന്ന് കാണാവുന്ന രീതിയിൽ ആക്കി വെക്കണം. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു സംഭവം കണ്ടുപിടിച്ചായിരുന്നു, ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം. അത് അവിടെയായിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ആ ഒരു ഇത് ടൈറ്റിൽ അതായിരിക്കും. ഓക്കെ, നമ്മളൊരു ടവർ കണ്ടുപിടിച്ചു. ഞാനിപ്പോൾ പറഞ്ഞ ആ രീതിയിൽ ഇവിടെ കുറേ വീറ്റ് ആയിട്ടുണ്ട്. ഇത് മൊത്തം പറിച്ചെടുക്കുക. ഓക്കെ, ഇത് പറിച്ചിട്ട് നമുക്ക് നമ്മുടെ സീഡ് തിരിച്ചു വെച്ചേക്കാം. ഇതൊരു വീട്ടിനായിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് അവിടെ വീണ്ടും ഉണ്ട് മുളക്. ഇത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇതവിടെ കൂടെ നടക്കാം. അപ്പോൾ നമ്മൾ ഓക്കെ, നമ്മൾ ഉറങ്ങിയൊക്കെ എണീറ്റു. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ്. ഇതാണെന്ന് നേരെ പറയാം. എനിക്ക് കോർഡിനേറ്റ് ഒന്ന് ഓണാക്കട്ടെ ഗൈസ്. എന്ത് കോർഡിനേറ്റ്, ഷോ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത് ഓണാക്കിയിടാം. ഇത് ഓണാക്കി ഇട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സീഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ വേൾഡ് സീഡിനാ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തേക്കാം. ഈ സീഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കതൊന്ന് ഉപകാരപ്പെടും. ഓക്കെ, ആ മഞ്ഞിൻ്റെ ഇതുണ്ടോ, കുറച്ചും കൂടെ ഒന്ന് ഒന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ തപ്പിയിട്ട് നോക്കാം. ആ ഒരു മഞ്ഞിൻ്റെ അവിടുന്ന് ഗൈസ്, ഈ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഞാൻ മോഡ് കയറ്റിയായിരുന്നു. കാരണം ഈ ആനയൊക്കെ കണ്ടില്ലേ, ഈ ആനയൊക്കെ ഞാൻ ഓൾറെഡി കയറ്റിയതാണ്. ആന, പന്നിയൊക്കെ. ഓക്കെ, ഇവിടെ ആയിട്ടും കണ്ടാണ് ഞാൻ കണ്ടത്. ഞാനന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ആയിട്ട് നമ്മുടെ മഞ്ഞിൻ്റെ ഒരു സംഭവം ഇതെല്ലായിടത്തും കാണും. അവിടെ എൻ്റെ ബേസ്. ഇതിൻ്റെ നേരെ നമ്മളങ്ങ് പോകണം. അതിൻ്റെ തൊട്ട് ഈ സൈഡിലായിട്ട്, അതായത് കോർഡിനേറ്റ് നോക്കി നിങ്ങൾക്ക് കാണാം. 120 കേട്ടോ, 320 ആകുമ്പം 320, 410 ഈ ഒരു ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടവർ കാണാം. നേരെ കണ്ടില്ലേ, ഇപ്പോൾ കാണിച്ചായിരുന്നു ഞാൻ. ഓക്കെ, ആ ടവർ കാണും. അങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോകാം. അതാണ് നമ്മുടെ ടവർ. ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ മരം കുറച്ച് ഞാൻ ഒരു വെട്ടാൻ വന്നപ്പോൾ ഇതുണ്ടോ, ഇത് കരിമ്പുല്ല് നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ മോഡ് വഴി കയറ്റിയതാണ്, ഒരു രസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ടവർ. ഇതിനകത്ത് സ്കാഫോൾഡിങ് ഉണ്ട്. അതുവഴി നമുക്ക് മണ്ടയിലോട്ട് കയറാം. ഓക്കെ, ഇതിവിടെ ഒരു മണിയുണ്ട്. ഇവിടെ ഒരു ഇതിനകത്ത് തന്നെ 2 ഗോൾഡ് വലുതായിട്ടുള്ളൂ, വേറൊന്നും ഇല്ല. പിന്നെ ഒരു വെരി ഡാമേജ് ആണില്ല, വലിയ കാര്യമില്ല, നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഒരു ബെല്ലും ഉണ്ട്. ആ ബെല്ല് നമ്മുടെ വില്ലേജ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് പൊട്ടിച്ചെടുത്തേക്കാം. പൊട്ടി. ഇനി നമുക്ക് ഈ സ്കാഫോൾഡിങ് കൂടെ നമുക്ക് പൊട്ടിച്ചേക്കാം.
അങ്ങനെ അതെല്ലാം പൊട്ടിച്ചെടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇത് അവിടെ ബേസ് കാണുന്നുണ്ട്. ബേസിൻ്റെ അടുത്താണ് കേസ്. പിന്നെ ഈ സംഭവം കണ്ടില്ലേ, ഇത് ഈ ഒരു മഞ്ഞിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇതൊരു ട്രാപ്പാണ്. നമുക്ക് വേണമെങ്കിൽ ട്രാപ്പൊക്കെ ഇതുണ്ടോ, ഇതിവിടെ ഞാൻ കാണിച്ചില്ല. ഇതൊരു ട്രാപ്പാണ് മഞ്ഞിൻ്റെ. ഇത് കുറച്ച് 2 ബ്ലോക്കിൻ്റെ ഇതിനകത്ത് പെട്ടുപോയാൽ രക്ഷപ്പെടാൻ നല്ല പാടാണ്. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ പോയേനെ. ഒന്നുകൂടെ ചാടി നോക്കാം. പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും കുറേ ഈ പന്നി പോലത്തെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വന്ന് വീണിട്ട് അയ്യോ ഇപ്പോൾ ചത്തുപോയനെ. ഓക്കെ, അതിനകത്ത് വന്ന് വീണിട്ട് അവരവിടെ കിടന്ന് ചാവും. അപ്പോൾ നമ്മളൊരു ട്രാപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി അതിന് വെളിയിൽ കയറാതിരിക്കാൻ. അപ്പോൾ അത് തന്നെ വഴി വീടുകയും ചെയ്യും, എന്നിട്ട് അത് വെടിക്കാത്ത രീതിയിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പന്നിയൊക്കെയാണ് അതിനകത്ത് പോയി വീണത്. ഓക്കെ, നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കണ്ട ടവർ നിങ്ങൾ മണ്ട കേട്ടെ, ആ ടവർ നമ്മുടെ അവിടെയായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ മുമ്പ് കാണിച്ചില്ലേ, അവിടെയായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കായിരിക്കും. അതായത് വില്ലേജിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സംഭവം എല്ലാം കാണിക്കാനാണ് വന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ആ സംഭവം ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് നെതറിലേക്ക് പോകണം. നെതറിൽ കുറേ സംഭവമൊക്കെ ചെയ്യാനുണ്ട്. നമ്മളിതുവരെ നെതറിൽ കയറിയിട്ടില്ല. റൂയിനർ പോർട്ടൽ അതുവരെ പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ ശരി എന്നാൽ.